ബ്യൂട്ടിഫുൾ സൗണ്ട്സ്. ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിനെ കാണാനിടയായി. വളരെ നാളുകൾക്ക് ശേഷം കണ്ടതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവനത്ര ഹാപ്പിയാന്ന് തോന്നിയില്ല. ഒന്നും ചോദിച്ചൊന്നുമില്ല, പക്ഷേ സംസാരത്തിൻ്റെ ഇടയിൽ നിന്ന് മനസ്സിലായി പഴയ കമ്പനി ആൾ വർക്ക് ചെയ്തിരുന്നൊക്കെ മാറി പുതിയതായിരുന്നു. അതിനത്ര വിഷമിക്കാനൊന്നുമില്ല, പക്ഷേ ആൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു പഴയ കമ്പനിയിൽ. അതെൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി പഴയ കമ്പനിയൊക്കെ മാറാൻ? അതിൻ്റെ ആണോ വിഷമം? അതിൻ്റെ ആണോ സാലറി കൂടുതലായി കിട്ടിയപ്പോൾ മാറിയതാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, എടോ നമ്മുടെ പഴയ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് പേര് പറഞ്ഞു. പേര് ഞാനിവിടെ പറയുന്നില്ല. അദ്ദേഹം അവിടെ ജോയിൻ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു മാസം 2 മാസം വന്നതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു. എനിക്ക് ഈ 2 പേരെ അറിയുന്ന കാരണം ഞാൻ ചോദിച്ചു, അവനെന്തെങ്കിലും പണി തന്നോ നിനക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, എടോ എൻ്റെ പാസ്റ്റൊക്കെ തനിക്ക് അറിയുന്നതല്ലേ, അതൊക്കെ അവിടെ ചെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഉണ്ടായി എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ അച്ഛന് ചെറിയ മോഷണം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര പ്രശ്നം പിടിച്ചൊരു ചൈൽഡ്ഹുഡായിരുന്നു അദ്ദേഹത്തിൻ്റെ. ആ കഥകളൊക്കെ അദ്ദേഹം പുതിയതായിട്ട് വന്ന ആൾ ഇയാളെക്കുറിച്ച് അവിടെ പറഞ്ഞു വരുത്തി. എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് മാറി. എല്ലാവർക്കും വേറൊരു കണ്ണിലാണ് നോക്കുന്നതെന്ന് ഇവന് സ്വയം തോന്നി തുടങ്ങി. ഇനി അങ്ങനെ വല്ല സംഭവങ്ങൾ ഉണ്ടായോന്ന് ഞാൻ കുറിച്ച് വയ്ക്കാൻ പോയില്ല. പക്ഷേ അത് ഭയങ്കര വിഷമായി. എനിക്ക് അതിനകത്തുനിന്ന് തോന്നിയൊരു കാര്യം, നമ്മളാണെങ്കിൽ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നീ മടിയനാണ്, നീ മാർക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല, നീ ഒന്നിനും കൊള്ളില്ല, നിൻ്റെ പാരൻസ് ഇങ്ങനെയല്ലേ എന്നൊക്കെ രീതിയിൽ ചോദിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ പരിചയത്തിൽ. അവർക്ക് കുറച്ചും കൂടി എമ്പത്തറ്റിക്കലായിട്ട്, അല്ലെങ്കിൽ അവർ ഇവരെ തന്നെ ഈ സ്റ്റുഡൻറ്റിനെ തന്നെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും വെദർ അവർ ഈ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു പയ്യനാണോ. ചിലപ്പോൾ അവൻ വേറൊരു വ്യക്തിയായിരിക്കും പൂർണ്ണമായിട്ടും. കാരണം എന്താ വെച്ചാൽ ഈ പുകവലിക്കാരൻ്റെ അല്ലെങ്കിൽ മദ്യപിച്ച് മരിച്ച ആളുകളുടെ മക്കളൊന്നും പലപ്പോഴും ആ വഴിക്ക് പോയി കണ്ടിട്ടില്ല. കാരണം അവരതിൻ്റെ ഏറ്റവും വേഴ്സായിട്ടുള്ള അവസ്ഥ കണ്ടിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും ആ പാതയിൽ പോകാൻ സാധ്യത കുറവാണ്. പലപ്പോഴും അങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, അത് ഏത് പ്രായത്തിലാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ റോങ് ആയിട്ട് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തെളിയിക്കാനും പറ്റില്ല. ചില കാര്യങ്ങളൊന്നും എങ്ങനെയാണ് ആ സംഭവം വിത്ത്സ്റ്റാൻഡ് ചെയ്യാന്നറിയില്ല. പരമാവധി ആളുകളെ ജഡ്ജ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. അയാളെ മാത്രം ഒബ്സർവ് ചെയ്ത്, അയാളുടെ മാത്രം കാര്യങ്ങളെ, പ്രവൃത്തികളെ മാത്രം ഒബ്സർവ് ചെയ്തിട്ട് ജഡ്ജ് ചെയ്യുക. അതുപോലെ അരഗൻ്റ് ആവാതെ ശ്രമിക്കുക. എന്താ പറയുക, അവർ ചെയ്യുന്നത് നമ്മളായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ നമ്മളെങ്ങനെ ചെയ്താൽ എന്തുണ്ടാവും എന്നെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ഇതൊട്ട് ജഡ്ജ് ചെയ്യാം. ഹാപ്പി റിഫ്ലക്റ്റിംഗ്.